തലസ്ഥാനം പിടിച്ചാൽ കേരളം പിടിക്കുമെന്നത് വെറുമൊരു ചൊല്ലല്ല. ചുരുക്കം ചില തവണകളിൽ ഒഴികെ ഈ കണക്കുകൾ അനർത്ഥമായതാണ് കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലെ മുന്നേറ്റം അതേപടി നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുന്നതാണ് തിരുവനന്തപുരത്തെ തുടർച്ചയായ അനുഭവങ്ങൾ. കഴിഞ്ഞ തവണയും തിരുവനന്തപുരത്ത് ഇത് ആവർത്തിച്ചു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തലസ്ഥാന ജില്ലയിലുണ്ടായ ഇടതുമുന്നണിയുടെ വൻ മുന്നേറ്റം രണ്ടാം പിണറായി സർക്കാരിന്റെ തേരോട്ടമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാറുകയും ചെയ്തു. കഴിഞ്ഞ തവണത്തെ കണക്കുകൾ ഇടതുമുന്നണിക്ക് ഇത്തവണയും ആത്മവിശ്വാസം നൽകുന്നതാണ്. ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മുതൽ ഗ്രാമപഞ്ചായത്തുകൾ വരെ ഇടതുമുന്നണിയുടെ അപ്രമാദിത്വം ഇപ്പോഴും തുടരുകയാണ്. ജില്ലാ പഞ്ചായത്തിൽ 2020 ആകെയുള്ള 26 സീറ്റിൽ 21 ഇടതുമുന്നണിക്കൊപ്പമാണ്. കോൺഗ്രസിന് 10, BJPക്ക് 0 ജില്ലാ പഞ്ചായത്തിലെ കക്ഷിനില. ഇത്തവണ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ 2 സീറ്റ് കൂടി വർദ്ധിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആകെ 100 സീറ്റിൽ 53 സീറ്റും LDFനൊപ്പമാണ്. ഇവിടെ 34 സീറ്റുമായി BJPയാണ് പ്രതിപക്ഷ നിരയിലുള്ളത്. കോൺഗ്രസിന്റെ സീറ്റ് നില കഴിഞ്ഞ തവണ 10 ഒതുങ്ങിപ്പോയി. ഇതുകൂടാതെ 3 സ്വതന്ത്രരും വിജയിച്ചിരുന്നു. ഇത്തവണ 101 നഗരസഭയിലെ വാർഡുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. കൂടാതെ ജില്ലയിലെ 4 മുനിസിപ്പാലിറ്റികളിൽ 4 ഭരിക്കുന്നത് ഇടതുമുന്നണിയാണ്. ആറ്റിങ്ങൽ, വർക്കല, നെടുമങ്ങാട്, നെയ്യാറ്റിങ്കര എന്നിവയാണ് ഈ മുനിസിപ്പാലിറ്റികൾ. ഗ്രാമപഞ്ചായത്തുകളുടെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 73ൽ 52ലും ഭരണം LDFനാണ്. UDF 19ഉം BJP 1 എന്നതാണ് പഞ്ചായത്തുകളിലെ കക്ഷിനില. ഇതിൽ പാങ്ങോട് പഞ്ചായത്തിൽ കോൺഗ്രസ് ഭരണം നിലനിർത്തുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയും പിന്തുണയോടെയാണ്. കിഴിവുലം പഞ്ചായത്തിൽ BJPയും കോൺഗ്രസും ഒരുമിച്ചാണ് ഭരണം തുടരുന്നത്. കഴിഞ്ഞ 5 വർഷത്തെ ഭരണ നേട്ടങ്ങളും ക്ഷേമപ്രവർത്തനങ്ങളും വരുന്ന തെരഞ്ഞെടുപ്പിലും മുന്നേറ്റമുണ്ടാക്കുമെന്നാണ് ഇടതുമുന്നണിയുടെ വിലയിരുത്തൽ. എന്നാൽ ഇത്തവണ തങ്ങൾ നേട്ടമുണ്ടാക്കുമെന്ന അവകാശവാദത്തിലാണ് UDFും BJPയും. ക്യാമറമാൻ സജു കാഞ്ഞിരംകുളത്തിനൊപ്പം നിർമ്മൽ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.